നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. NHM ഫണ്ടിൽ 19 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മാതൃശിശു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് ജനകീയവൽക്കരിച്ചിരിക്കുകയാണ്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമുക്കുള്ളതൊക്കെ തന്നെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആരോഗ്യ സംവിധാനങ്ങളിൽ അവരുടെ കൃത്യമായുള്ള ഇടപെടൽ ഉണ്ടായതിനു ശേഷം വലിയ ശ്രദ്ധ ഈ മേഖലയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ, ഓരോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് DHSൻ്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു ഗതികേടായിരുന്നു നമ്മുടെ DMO അടക്കമുള്ളവർക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അടിസ്ഥാന വികസന കാര്യങ്ങളായാലും മറ്റ് അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് തന്നെ ആശുപത്രികളിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ഈ ജനകീയാസൂത്രണത്തോട് അതിലേക്ക് മാറി എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമായിട്ടുള്ള ഒരു തീരുമാനമായി എന്നാണ് പറയാനുള്ളത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ പുതിയ 12 കാത്ത് ലാബുകൾ കൂടി ഉടൻ തുടങ്ങും. നിലമ്പൂർ ജില്ലാ ആശുപത്രി കാത്ത് ലാബിനായി ബജറ്റിൽ 5 കോടി നീക്കിവച്ചിട്ടുണ്ട്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 1 കോടി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ നേരിട്ടിടപെടുവാൻ കഴിയുന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 2 മെഡിക്കൽ കോളേജുകൾ ദേശീയ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ജില്ലാ താലൂക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും നിരവധി ദേശീയ പുരസ്കാരങ്ങളും 10 വർഷത്തിനിടയിൽ നേടുവാനായി. നിപ, കോവിഡ്, അമീബിയ, മസ്തിഷ്ക ജ്വരം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവരിൽ ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കിലേക്ക് കേരളത്തെ കൊണ്ടുവരുവാൻ സാധിച്ചു. വിദേശ രാജ്യങ്ങളിൽ ഭീമമായ തുക ചിലവ് വരുന്ന ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സൗജന്യമായി ചെയ്തു കൊടുക്കുവാൻ കേരളത്തിലെ ആശുപത്രികളിൽ സൗകര്യമൊരുക്കാനായതും നേട്ടമായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേർ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. മാതൃശിശു ബ്ലോക്കിലേക്ക് KNG റോഡിൽ നിന്നും നേരിട്ടെത്തുവാൻ ഭൂമി സൗജന്യമായി നൽകിയ ജിഷാലിനെ ചടങ്ങിൽ ആദരിച്ചു. ഭൂമിയുടെ രേഖകൾ ജിഷാൽ മന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. ആരടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി, ജില്ലാ കളക്ടർ VR വിനോദ്, മെഡിക്കൽ ഓഫീസർ TK ജയന്തി, NHM ജില്ലാ മാനേജർ ഡോക്ടർ TN അനൂപ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബോബി C മാമ്പ്ര, ജസീറ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റെഹാനത്ത് കുരുമാടൻ, ഡിവിഷൻ കൗൺസിലർ MK വിജയനാരായണൻ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ, E പത്മാക്ഷൻ, A ഗോപിനാഥൻ, P രശ്മിൽ നാഥ്, M മുജീബ് റഹ്മാൻ, MA വിറ്റാജ്, പരന്തൻ നൌഷാദ്, ജസ്മൽ പുതിയറ, ജോർജ് M തോമസ് എന്നിവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.